എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 5th അലോട്ട്മെൻറ്റ്, അതായത് BSc നഴ്സിംഗ് കോഴ്സുകളിലെ NRI സീറ്റുകളിലേക്ക് വേണ്ടി മാത്രമായി നടത്തിയിട്ടുണ്ടായിരുന്ന 5th അലോട്ട്മെൻറ്റ് റിസൾട്ട് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 10-ാം തീയതി, അതായത് നാളെ മുതൽ സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, സെപ്റ്റംബർ 12-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് മറ്റൊരു കോളേജിലേക്ക് മാറ്റം അനുവദിക്കുന്നതല്ല. അതായത് മറ്റൊരു കോളേജിലെ പിന്നീടുള്ള ഒരു നഴ്സിംഗ് അല്ലാതെ മറ്റു കോഴ്സ് ആയിരുന്നാലും നഴ്സിംഗ് ആയിരുന്നാലും പിന്നീട് മറ്റൊരു കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ മാറാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഇനി ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്, അതുപോലെ നഴ്സിംഗ് കോളേജിലേക്ക് ഇനി ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇനി ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9/9/2025 അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുള്ള കോളേജുകളും അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അത് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത കോളേജ് കാണുന്നില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം BSc മെഡിക്കൽ ബയോ കെമിസ്ട്രി. അപ്പോൾ അവിടെ ഒരു KMCT കോളേജ്, അതുപോലെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അവിടെ ഈ ഒരു 15 സീറ്റ് ഗവൺമെൻറ് സീറ്റാണ്. ആദ്യത്തെ കോളേജിൽ 15 സീറ്റ് വെച്ചിട്ടാണ് 2 മാനേജ്മെൻറ്റിലും അതുപോലെ ഗവൺമെൻറ്, അതായത് മെറിറ്റ് സീറ്റിലും ഉള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോളേജിൽ 10 വീതം സീറ്റുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അടുത്തത് BSc ഡയാലിസിസ് ടെക്നോളജി കോഴ്സാണ്. അപ്പോൾ അതിൽ വിവിധ കോളേജുണ്ട്, ഗവൺമെൻറ് കോളേജുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് ബാച്ചലർ ഓഫ് ആഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BSLP കോഴ്സാണ്. അപ്പോൾ അതും ഓരോ കോളേജിലും ഏകദേശം 15, 10, അതുപോലെ 20 ഈ ഒരു രീതിയിലാണ്. സെൽഫ് ഫിനാൻസ്, അതുപോലെ സെൽഫ് ഫിനാൻസ് അല്ല, ഈ ഒരു മെറിറ്റ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിലും ആ ഒരു അത്രയും സീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ പുതുതായിട്ട് വേറൊരു കോളേജ് കൂടിയുണ്ട്. ആ ഒരു കോഴ്സിന് ആ ഒരു കോളേജിൽ 10 സീറ്റാണ് മെറിറ്റ് സീറ്റായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് BSc MLT കോഴ്സാണ്. അപ്പോൾ BSc MLT കോഴ്സ് ഉൾപ്പെടെ വിവിധ കോളേജുകളിലെ സീറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറേ കോളേജസ് ഉണ്ട്. അതായത് ഏകദേശം എത്ര കോളേജാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതൊക്കെ 25 കോളേജാണ് BSc MLT കോഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് ഇതിലുണ്ടോ എന്ന് നോക്കുക. അതുപോലെ BSc MLT പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ 6 അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകാം. അതുപോലെ ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി കോഴ്സ്, ആ ഒരു കോഴ്സും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി BOT കോഴ്സും പുതുതായിട്ട് വന്നിട്ടുണ്ട്. BSc പെർഫ്യൂഷൻ ടെക്നോളജി, ആ ഒരു കോഴ്സും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഏത് കോഴ്സാണെന്ന് നോക്കാം. ഇനി പ്രത്യേകിച്ച് വേറെ ഒരു പുതിയ കോഴ്സൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ BSc MLT കോഴ്സിൻ്റെ കാര്യം ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ BSc MLT കോളേജുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കോളേജുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 6th അലോട്ട്മെൻറ്റിലാണ് വരിക. അതായത് ഇനി അടുത്ത അലോട്ട്മെൻറ്റിലേക്കാണ് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ BSc MLT ഉൾപ്പെടെ വിവിധ കോളേജുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജിൽ നിങ്ങൾക്ക് 6th അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ വന്നിട്ടുള്ളത് 5th അലോട്ട്മെൻറ്റ് ആണ്. ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത് 6th അലോട്ട്മെൻറ്റ് ആണ്. എന്നാൽ അത് വരുന്നതിന് മുമ്പായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI കോട്ട അഡ്മിഷനാണ്. അപ്പോൾ NRI കോട്ടയിൽ BSc നഴ്സിംഗ് കോഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 11-ാം തീയതി വരെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ LBSൻ്റെ ഈ ഒരു വെബ്സൈറ്റ്, നഴ്സിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. lbscenter.in/nursing and paramedical ഡിപ്ലോമ lbscenter.in/nursing and paramedical 2025/index.aspx എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം
പാസ്വേഡ് അല്ല, രജിസ്ട്രേഷൻ ഐ ഡി കൊടുക്കുക. അതായത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിലാണ് അടുത്ത പേജ് വരിക. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെന്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് NRI കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നമ്പർ 5 എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ അലോട്ട്മെന്റ് നമ്പർ 5 എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും എടുത്ത് പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി അതേസമയം നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ 2 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്ന് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഓൺലൈൻ പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെന്റ് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തേത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫീ പേയ്മെന്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചലാൻ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ചലാൻ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഫീ പേയ്മെന്റ് ചെയ്യാം. ഇങ്ങനെ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. NRI കോട്ട ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, NRI കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ BSc നഴ്സിംഗ് കോഴ്സ് തന്നെ മതി, ആ ഒരു കോഴ്സിൽ തന്നെ അഡ്മിഷൻ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാം. നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുമ്പോൾ 1,25,300 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ എന്നിങ്ങനെ ഫീസ് എക്സ്ട്രാ, അതുപോലെ PTA ഫണ്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൂടി എക്സ്ട്രാ ആയിട്ട് ഈ ഒരു രീതിയിൽ വരുന്നതായിരിക്കും. ഇനി NRI കോട്ടയിൽ അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ടൈമിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നിങ്ങളുടെ ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അതായത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരും നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരാണ് അത്, അതായത് ഈ ഒരു ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അതുപോലെ ഇൻക്ലൂസീവ് ഫസ്റ്റ് കസിൻ, അതുപോലെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻക്ലൂസീവ് ഫസ്റ്റ് കസിൻ, അതുപോലെ തന്നെ അതായത് ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ബ്രദർ ആൻഡ് സിസ്റ്റർ ആരെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു ഫാദർ ഓർ മദർ ഓർ ഹാഫ് ബ്രദർ ഓർ ഹാഫ് സിസ്റ്റർ ഓർ അഡോപ്റ്റഡ് ഫാദർ ഓർ അഡോപ്റ്റഡ് മദർ, അതുപോലെ തന്നെ ഇത്രയും ആളുകളാണ് നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട്, അതായത് നിങ്ങളെ ഈ ഒരു സ്പോൺസർ ചെയ്യുന്നത് നൈസ് അല്ലെങ്കിൽ കസിൻ അല്ലെങ്കിൽ അങ്കിൾ അല്ലെങ്കിൽ ഓണ്ട് ഇതിൽ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ള റിലേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജിൻ്റെ എംബസി അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നവരുടെ വിസയുടെ കോപ്പി അല്ലെങ്കിൽ OCI ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഇതല്ലെങ്കിൽ പൗരത്വരേഖ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതിക്ക് ശേഷം വിസ കാലാവധി ഉണ്ടായിരിക്കണം. വിസ കാലാവധി തെളിയിക്കുന്നതിന് സമർപ്പിക്കേണ്ട അനുബന്ധ രേഖകൾ സിവിൽ ID, അതുപോലെ തന്നെ റെസിഡൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ റെസിഡൻറ്റ് ID, ഇക്വാമ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിസ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പാസ്, ഇതിൽ അല്ലെങ്കിൽ എൻട്രി വിസയും പരിഗണിക്കുന്നതാണ്. ഇനി വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ലെങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ സമർപ്പിക്കണം. NRI സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കണം. അതുപോലെ സ്പോൺസർ ചെയ്യുന്ന ബന്ധു വിദേശത്താണെങ്കിൽ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന ബന്ധുവിൻ്റെ സോൺ അഫിഡവിറ്റ് നിശ്ചിത മാതൃകയിലുള്ളത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് സമർപ്പിക്കണം. സ്പോൺസർ ചെയ്യുന്ന ബന്ധു നാട്ടിൽ അവധിയിലാണെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ നോട്ടറി അഫിഡവിറ്റ് സമർപ്പിക്കണം. മാതൃക LBS സിമെറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തത് വിസയുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ലെങ്കിൽ എംപ്ലോയി നൽകുന്ന ഒറിജിനലല്ല എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ സമർപ്പിക്കണം. അതായത് എല്ലാത്തിൻ്റെയും കോപ്പിയാണ്, എന്നാൽ എംബസി അറ്റസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ എല്ലാ രേഖകളും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. എല്ലാ രേഖകളുടെയും ഒറിജിനൽ പ്രവേശന സമയത്ത് ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സോൺ അഫിഡവിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൺ അഫിഡവിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ ഫീസും അതുപോലെ തുടർ പഠനത്തിൻ്റെ, അതായത് നഴ്സിംഗ് കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സമയത്തേക്ക് വരെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ബന്ധു ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്പോൺസർ ചെയ്യുന്ന ബന്ധു നൽകുന്ന ഒരു സമ്മതപത്രമാണ് സോൺ അഫിഡവിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ടൈ ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീസ്, അതുപോലെ തന്നെ
ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസീപ്റ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് പ്രത്യേകിച്ച് അഡ്മിഷൻ ടൈമിൽ നിർബന്ധമല്ല. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ട് അഡ്മിഷനായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.